മെഴ്സിഡസ് ബെൻസ് ജോർദാനിൽ നിന്നും ദുബായിലേക്ക് ലോഡ് കയറ്റാൻ വന്ന മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു വീഡിയോ. അവിടെ നിന്ന് തുടങ്ങി ഇനി ഇതെല്ലാം തന്നെ പൊട്ടാറ്റോവുമായി കിടക്കുന്ന കണ്ടെയ്നറുകൾ. അവീർ മാർക്കറ്റിലെ ആളൊഴിഞ്ഞ ടൈമാണിത്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയോട് അടുത്തിട്ടുണ്ടാവും രാത്രി. ഈ ടൈമിൽ ലോഡിങ് അൺലോഡിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയി. ഇനി ഒരു 3 മണിയാകുമ്പോൾ 3:30-4 മണിയാകുമ്പോൾ ആളുകൾ വീണ്ടും വരും. ഇപ്പോൾ വണ്ടികളൊക്കെ അങ്ങനെ സ്റ്റാർട്ടിങ്ങിലിട്ട് ഡ്രൈവർമാരൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും. ഈ ഒരു ട്രാക്ക് അതിലാണ് ഇവിടുത്തെ നാട്ടിലെ കൊട്ടോട്ടർഷമായിരുന്ന വണ്ടികൾ പോണ ട്രാക്കാണിത്. അതിന് പ്രത്യേകം വരച്ചിട്ടിരിക്കുന്നത് എന്താ 3 വീലർ പോകാനുള്ളത് എന്നുള്ളത്, അങ്ങോട്ട് പോകാനുള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. അങ്ങനെ അതിന് സ്പെഷ്യൽ ട്രാക്കാണ്. റോഡിൻ്റെ സമാന്തരമായിട്ട് റോഡ് അപ്പുറത്തുണ്ട്, കണ്ടാ റോഡ് അപ്പുറമുണ്ട്. അതിനോട് ചേർന്നിട്ട് വേറെ വണ്ടികൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. അടിച്ചവിളെ ഫുൾ ആക്ട്രോസാണ്. രണ്ട് ആക്ട്രോസ് അടുത്തടുത്ത്. ഈ കാണുന്നതാണ് സൈക്കിളിനുള്ള പാർക്കിംഗ്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുക എന്താപ്പോൾ എങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ സൈക്കിൾ കൊണ്ടുവരിക, അതിൽ ലോക്കാക്കിയിടുക. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ ഉണ്ടാക്കി കൊടുക്കുക സൈക്കിൾ സ്റ്റാൻഡുകളാണ്. ഇപ്പോൾ ഒറ്റ സൈക്കിളും ഇല്ല ഇവിടെ. എന്ന് വെച്ചാലും ഇവിടെ വരുന്ന പണിക്കാർക്കൊക്കെ സൈക്കിൾ നിർത്തിയിടാനും അത് സേഫ്റ്റി ആക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുത്താണിത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ വലിയൊരു സ്റ്റോറുള്ളത്, കോൾഡ് സ്റ്റോർ. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉള്ള കോൾഡ് സ്റ്റോർ. കോൾഡ് സ്റ്റോറിൻ്റെ പേരാണ് ഹോങ്കോങ്. അതാണ് നമ്മൾ ഈ കാണുന്നത്, ഹോങ്കോങ് കോൾഡ് സ്റ്റോർ. അതിൻ്റെ എച്ചിൻ്റെയും ക്യാൻ്റെ ഒരു ഷോർട്ട് ആയിട്ടാണ് അത്. ഇതിൻ്റെ അടുത്തുള്ള ഇതിൽ കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ബുർജ് ഖലീഫ കാണാം. ഒരു 36 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ബുർജ് ഖലീഫ ഉള്ളത്. അത് iPhone 15 Pro ആയതുകൊണ്ടായിരിക്കാം ഒരു ഇതിൽ കാണുന്നുണ്ട് സംഭവം ബുർജ് ഖലീഫൊക്കെ. ഇതിൻ്റെ അപ്പുറത്തുള്ള ചപ്രയാണിത്. നൈറ്റ് വ്യൂ ആണ് ഇതൊക്കെ കേട്ടോ. റൗണ്ട് ബോട്ടും അതിൻ്റെ അപ്പുറത്തുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും ദുബായിലെ അവീർ മാർക്കറ്റിൻ്റെ രാത്രി ദൃശ്യങ്ങളാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങളിൽ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വാൻ സെയിലിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങും. ഒരു 3:30 മണിയാകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മളെ ഒരു ഗസൽ ഹോട്ടലുണ്ട് അവിടെ, ഹോട്ടലിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. പിന്നെ ഇനി കുറേ വിട്ട് അവിടെ പുതിയതായിട്ട് ആരംഭിച്ച ബ്ലൂം മാർക്കറ്റാണ്. അങ്ങനെ ഉള്ള ദൃശ്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂം മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. ഇതിലിങ്ങനെ പോയാൽ ഒരു റൗണ്ട് ബോട്ട്, പിന്നെ അപ്പോൾ ആ കാറ് റൗണ്ട് ബോട്ടിലെത്താനായി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു റൗണ്ട് ബോട്ടും കൂടി കിട്ടും. പിന്നീട് റൗണ്ട് ബോട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അങ്ങനെ ഷാർജയ്ക്കുള്ള റോഡായി. ഇവിടെയൊക്കെ അതാ വാഹനങ്ങളിങ്ങനെ ഏതോ കണ്ടെയ്നർ കൊളത്താൻ വേണ്ടിയിട്ട് പോവാണ് ഈ വണ്ടിക്കാരൻ. ഇനി അപ്പുറത്തെ സൈഡിലൊക്കെ അതാ വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കണം. കണ്ടെയ്നറുകളും പിന്നെ ലോറികളും വറാക്സ് അങ്ങനെ അതൊക്കെ കൂടി ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ ആരോ മൊബൈലിൽ നോക്കിയിട്ട് അതങ്ങനെ വരുന്നു. അമ്പ് ചാടുമ്പോൾ ലൈറ്റടി. ബ്ലൂ മാർക്കറ്റിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അൽമായൻ്റെ പാർക്കിംഗ് ആണ്. ഇവിടെ അൽമായ സൂപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് അതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഈ റോട്ടിന് ഇങ്ങനെ എവിടേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ള സൂചനാ ബോർഡ്. ആ ബോർഡിലേക്ക് ഇത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്രൈവർമാർക്കുള്ള സൂചനകൾ. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോകുമ്പോൾ റാസൽ ഖോർക്ക്, ദുബായ്, ഷാർജ, അബുദാബി, ഹത്ത, ഒമാൻ ഇത്രയും സ്ഥലത്തേക്ക് ഈ റോട്ടിലൂടെ പോകാൻ പറ്റുമെന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്.
പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നതാണ് 2ാം ബ്ലോക്ക്. 4 ബ്ലോക്കുകളായിട്ടാണ് ഇവിടെ മാർക്കറ്റ്. അതിലെ 2ാം ബ്ലോക്ക് ഈ കാണുന്നത്. അതിൻ്റെ നേരെ അപ്പുറത്ത് 1ാം ബ്ലോക്ക്. പിന്നെ ആ കാണുന്നതാണ് ബ്ലൂ മാർക്കറ്റ്. പുതുതായി തുടങ്ങിയ അതിൻ്റെ ഏകദേശം ഫ്രണ്ടിലെത്തി തുടങ്ങി നമ്മൾ. ഇതാണ് ബ്ലൂ മാർക്കറ്റിൻ്റെ ഇത് എൻട്രൻസ്. പിന്നെ ഇത് നയാ ചപ്ര എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ്. DMFൻ്റെ ബോർഡ് കയ്യിൽ കാണുന്നുണ്ട്. പിന്നെ ബയോഗ്രീൻ, അതും ഒരു മലയാളി ഷോപ്പാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ എക്സ്ചേഞ്ച് ഉണ്ട്, അൽഫുവാദ് എക്സ്ചേഞ്ച്. പിന്നെ വലിയൊരു ബോർഡ് അവിടെ കാണുന്നുണ്ട്, അതിൽ സൂപ്പർ ഹാർവെസ്റ്റ്, അൽഫുവാദ് എക്സ്ചേഞ്ച്. പിന്നെ ബിസ്മി ഗ്രൂപ്പിൻ്റെ വലിയൊരു ഹോൾസെയിൽ കട ഉണ്ട് ഇവിടെ. അവരെ വണ്ടികളും കാര്യങ്ങളൊക്കെ അതാണ് ബിസ്മി ഗ്രൂപ്പ് നാട്ടിലുണ്ട്. ആ ബിസ്മിയും ഈ ബിസ്മിയും ഒന്നേനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ബിസ്മിൻ്റെ വലിയ ഹോൾസെയിൽ, ബിസ്മി ഹോൾസെയിൽ. ഇനി അവരെ വണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ആരാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മളെ ഒരു തമ്പുലയുണ്ട്. ഓക്കെ.